നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ദുബായിലാണ്. ഇന്നലെ രാത്രിയിൽ ഇറ്റലിയിലെ മിലാനിൽ നിന്ന് തിരിച്ച് ഇന്ന് രാവിലെ ഇവിടെ എത്തി. ഇത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. രാത്രി യാത്രയുടെ ക്ഷീണം എല്ലാവരിലും ഉണ്ട്. ഇനി നേരെ ഹോട്ടലിലേക്ക് പോകും. ഉച്ചവരെ അവിടെ റെസ്റ്റ് എടുത്ത ശേഷം ദുബായ് സിറ്റി ടൂറും കഴിഞ്ഞ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. ദുബായ് എയർപോർട്ടിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന വാഹനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എയർപോർട്ടിനുള്ളിലൂടെ ട്രെയിൻ പോകുന്നതാണ് കാണുന്നത്. അതിവിശാലമാണ് ദുബായ് എയർപോർട്ട്. 3 ടെർമിനലുകളാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ളത്. ഒരു ടെർമിനലിൽ നിന്നും അടുത്ത ടെർമിനലിലേക്കുള്ള ട്രെയിൻ സർവീസാണ് അത്. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ ലോകത്തെ തന്നെ മുൻനിരയിലുള്ള രാജ്യമാണ് ദുബായ്. അതിസമ്പന്നമായ ഈ രാജ്യത്തിന്റെ വളർച്ച ഏവർക്കും അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ്. സൂര്യൻ ഉദിച്ചുയർന്നിട്ടുണ്ട്. അതുകൊണ്ട് പുറത്ത് നല്ല ചൂടുണ്ട്. ഇവിടെ സമ്മർ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലാണിത്. ഇത് മലയാളികൾ നടത്തുന്ന ഹോട്ടലാണ്. ഫോർച്യൂൺ പ്ലാസ ഹോട്ടൽ, അതാണ് ഈ ഹോട്ടലിന്റെ പേര്. ഇവർ തന്നെയാണ് നമ്മുടെ സിറ്റി ടൂറും ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റൂം. ഇത് ഒരു 3 സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും അതിന് മുകളിലുള്ള ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. ഓരോരുത്തരായി ലോബിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ലഞ്ചും കഴിഞ്ഞ് ഞങ്ങൾ സിറ്റി ടൂറിനായി പോകും. തുടർന്ന് എയർപോർട്ടിലേക്കും. അതുകൊണ്ട് റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത്.
ഹോട്ടൽ ലോബിയും റെസ്റ്റോറന്റ് ഏരിയയും വളരെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കൃത്രിമ വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. തറവാട്, അതാണ് ഈ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള റെസ്റ്റോറന്റിന്റെ പേര്. പേര് പോലെ തന്നെയുള്ള ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാണ് ടൂർ മാനേജർ ഷാജി പറയുന്നത്. നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ നല്ല നാടൻ ഭക്ഷണം, അതും വാഴയിലയിൽ വിളമ്പിയ സദ്യ. കഴിഞ്ഞ 10-15 ദിവസമായി യൂറോപ്യൻ ഭക്ഷണം കഴിച്ച് എല്ലാവരും മടുത്തു. നമ്മുടെ നാടൻ കേരള ഭക്ഷണം കിട്ടുന്നതിന്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. അവിയൽ, തോരൻ, കാളൻ, പച്ചടി, കിച്ചടി, പപ്പടം, അച്ചാർ, കുത്തരിച്ചോറ്, മീൻ വറുത്തത്, ഇറച്ചി, പിന്നെ സാമ്പാർ, പുളിശ്ശേരി എന്നിങ്ങനെ പോകുന്നു. ഗംഭീര സദ്യ. ഹോട്ടൽ മാനേജ്മെന്റിനും ടൂർ കമ്പനിക്കും നന്ദി. ഗംഭീര ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സിറ്റി ടൂറിനായി പുറപ്പെടുകയാണ്. കാഴ്ചകൾ വിശദീകരിക്കുന്നതിന് മലയാളിയായ ഒരു ഗൈഡ് കൂടെ ഉണ്ട് നമ്മോടൊപ്പം. വിപിൻ ഒരു തിരുവനന്തപുരത്തുകാരൻ കൂടിയാണ്. ടൂറിനെ കുറിച്ച് വിപിൻ വിശദീകരിക്കും. Okay, well, first of all, welcome to UAE, welcome to Dubai. My name is Vipin. I will be your tour guide for today's till airport drop off. Okay? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാഫ് ഡേ ദുബായ് സിറ്റി ടൂർ ആ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, പ്ലാൻ ചെയ്തിരിക്കുന്ന ഹാഫ് ഡേ ദുബായ് സിറ്റി ടൂർ ആണ്. ദുബായിയുടെ എല്ലാ മെയിൻ അട്രാക്ഷൻസും നമ്മൾ ഇന്ന് കവറാക്കും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. നിങ്ങൾക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ നല്ലൊരു മെമ്മറീസുമായിട്ട് പോവാം. ഓക്കെ, എല്ലാവരും ദുബായ് വിസിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആണോ? അല്ലല്ലോ. ഈസ് ജസ്റ്റ് ഓൺലി ദ പാർട്ട് ഓഫ് ദിസ് കൺട്രി. രാജ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ദുബായ് എന്ന് പറയുന്നത്. ദുബായ് ഒരു സിറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സംസ്ഥാനം മാത്രമാണ്, നമ്മുടെ നാട്ടിലെ കേരളം പോലെ. ടോട്ടൽ 7 എമിറേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, അതായത് 7 സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് അബുദാബി, വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദിസ് കൺട്രി. എല്ലാവർക്കും അല്ലേ? അബുദാബിയാണ് നമ്മുടെ UAEയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ദുബായ്, തേർഡ് വൺ ഈസ് ഷാർജ, ഫോർത്ത് വൺ അജ്മാൻ, ഫിഫ്ത്ത് വൺ ഉമ്മൽ അസൽ കൈമ ആൻഡ് സെവൻത് വൺ ഫുജേറ. ഇങ്ങനെ 7 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 7 എമിറേറ്റ്സുകൾ ചേർന്നാണ് UAE രൂപപ്പെട്ടിരിക്കുന്നത്. ഈ 7 സംസ്ഥാനങ്ങളിലും 7 ഫാമിലീസ് ആ റൂൾ ചെയ്യുന്നത്. അബുദാബി റൂൾ ചെയ്യുന്ന ഫാമിലി എന്ന് പറയുന്നത് അൽ നഹിയാൻ ഫാമിലി. ദുബായ് ഈസ് റൂൾഡ് ബൈ അൽ മക്തൂം ഫാമിലി. ഷാർജ ഈസ് റൂൾഡ് ബൈ അൽ കാസിമി ഫാമിലി. അങ്ങനെ 7 ഫാമിലീസ് ആണ് ഈ 7 എമിറേറ്റ്സ് റൂൾ ചെയ്യുന്നത്. ടോട്ടലായിട്ട് 7 റൂളേഴ്സ് വിൽ ബി ദർ. 7 രാജാക്കന്മാരാണ് ഈ 7 സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ 7 എമിറേറ്റുകളും ഭരിക്കുന്നത്. അങ്ങനെ ഈ വരുന്ന ഈ 7 കൗൺസിൽ എന്നാ പറയുന്നത്. ദ അൾട്ടിമേറ്റ് പവർ ഓഫ് UAE വിൽ ബി ഫ്രം ദി 7 റൂളേഴ്സ്. അതില് അബുദാബിയുടെ റൂളർ ആയിരിക്കും UAEയുടെ പ്രസിഡന്റ്, ദുബായിയുടെ ഭരണാധികാരി ആയിരിക്കും UAEയുടെ പ്രൈം മിനിസ്റ്റർ. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. കുറെ വർഷങ്ങളായിട്ട് അബുദാബി റൂളർ ആരായിരിക്കുമോ പുള്ളിയായിരിക്കും ഇവിടുത്തെ പ്രസിഡന്റും, ദുബായ് റൂളർ ആരായിരിക്കുമോ പുള്ളിയായിരിക്കും ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററും. സോ ദ പ്രസന്റ് റൂളർ ഓഫ് അബുദാബി ഈസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. പേരിത്തി വലുപ്പമാണ്, കാരണം അവരുടെ ഫാമിലി നെയിമും കൂടെ അവർ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. അതാണ് പ്രസന്റ് അബുദാബി റൂളറും കറന്റ് പ്രസിഡന്റ് ഓഫ് UAE. ആൻഡ് ദ റൂളർ ഫ്രം ദുബായ് ഈസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. Al Maktoum is the family name. So he is the Prime Minister of this country and also he is the Vice President of UAE. എല്ലാ 4 വർഷം കൂടുമ്പോഴും ഈ 7 rulers they themselves decide. They will conduct an election and they will decide the Prime Minister and the President. എല്ലാ 4 വർഷം കൂടുമ്പോഴും. Now coming to the population of UAE.
ദ ടോട്ടൽ യു എയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 9.8 മില്യൺ പീപ്പിൾസ് ഉണ്ട് ഇവിടെ. ഔട്ട് ഓഫ് 9.8 മില്യൺ 80% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എക്സ്പാട്രിയേറ്റ്സ്, വിദേശികളാണ്. മെയിൻ ആയിട്ട് ഏഷ്യൻ കോണ്ടിനെന്റ് ഇതാണ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈനീസ്, ഫിലിപ്പൈൻസ് എല്ലാം. ബാക്കി വരുന്ന 20% മാത്രമേ ഇവിടുത്തെ ലോക്കൽ യു എ നാഷണാലിറ്റീസ് ഉള്ളൂ. നമ്മൾ പറയുന്ന ലോക്കൽ പീപ്പിൾസിനെ വിളിക്കുന്നത് എമറാത്തീസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് റോഡിലൊക്കെ ഒരുപാട് എമറാത്തികളെ നമുക്ക് കാണാൻ കഴിയത്തില്ല. കൂടുതലും നമ്മൾ കാണുന്ന എല്ലാ വിദേശികളെ ആയിരിക്കും. അതിൽ കൂടുതൽ സൗത്ത് ഇന്ത്യൻസ് ആയിരിക്കും നമ്മുടെ ആൾക്കാർ, മലയാളികൾ. അതെ അതെ, അത് നാട്ടിൽ ലോകത്ത് എവിടെ പോയാലും കാണാൻ കഴിയുമല്ലോ അല്ലേ സാറേ. പിന്നെ യു എയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക് ആണ്. ആൻഡ് ഒഫീഷ്യൽ കറൻസി ഈസ് ദർഹം. ഒരു ദർഹം എന്ന് പറയുന്നത് 22.51 ഇന്ത്യൻ റുപ്പീസ് ആണ്. $1 ഈസ് ഇക്വലന്റ് ടു 3.65 UAE dirhams. മാർക്കറ്റിനനുസരിച്ച് റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ആൻഡ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദിസ് കൺട്രി ഈസ് ഇസ്ലാം. ഒരു ഇസ്ലാമിക രാജ്യമാണ് യു എ എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ആൻ ഇസ്ലാമിക് കൺട്രി, നമുക്ക് ഈ ദുബായിൽ ഒരുപാട് അമ്പലങ്ങൾ കാണാൻ കഴിയും. അതേപോലെ സിഖുകാർക്ക് വേണ്ടി ഒരുപാട് ഗുരുദ്വാരാസ് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടി ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചസും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സോ ഫ്രം ദാറ്റ് പോയിന്റ് ഇറ്റ്സ് വെരി ക്ലിയർ, ദുബായ് ഈസ് ഓൾവേസ് വെൽക്കമിങ് മൾട്ടി കൾച്ചർ ആൻഡ് മൾട്ടി റിലീജിയൻ. അവർ പറയത്തില്ല നിങ്ങൾ ഇസ്ലാം മാത്രം ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും പറയത്തില്ല. എന്താണോ നമ്മുടെ വിശ്വാസം അത് നമുക്ക് ഈ നാട്ടിൽ ഫോളോ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മെയിൻ റീസൺ എല്ലാ ആൾക്കാരും യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ റിസൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന മെയിൻ റീസൺ ഇതുകൊണ്ടാണ്. ബിക്കോസ് ഓഫ് ദിസ് റീസൺ ഇൻ ദുബായ് ടോട്ടൽ 195 നാഷണാലിറ്റീസ് ആർ ലിവിംഗ് ഹിയർ. ഈ കാരണം കൊണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ദുബായ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. നല്ല സേഫ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ദുബായ് എന്ന് പറയുന്നത്. ദ പെർസെന്റേജ് ഓഫ് ക്രൈം റേറ്റ് ഈസ് 0 ഹിയർ. അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ദുബായിലോട്ട് സെറ്റിൽ ആക്കാൻ വേണ്ടി കൂടുതൽ താല്പര്യപ്പെടുന്ന മറ്റൊരു കാരണം. ബിക്കോസ് ഓഫ് ദ സേഫ്റ്റി ആൻഡ് ദ സെക്യൂരിറ്റി ദാറ്റ് ദ വേൾഡ്. ഇതിനെല്ലാം പിന്നിലുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണാധികാരികളുടെ എഫിഷ്യൻസി മാത്രമാണ്. പ്രസന്റ്, വി ആർ കോളിംഗ് ദ പ്രസന്റ് റൂളർ ഓഫ് ദുബായ്. ഇപ്പോഴത്തെ ദുബായ് റൂളറിനെ നമ്മൾ വിളിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് വിഷണറി ലീഡർ എന്ന്. ബിക്കോസ് പുള്ളിയുടെ രാജ്യത്തെ പറ്റി ഒരു മുൻവിധി ഓൾറെഡി ഉണ്ട്. ഇപ്പൊ തന്നെ ദുബായിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ട്. അട്രാക്ഷന്റെ പേരാണ് ഐഡിയ നമുക്ക് കിട്ടും. അതായത് 50 വർഷങ്ങൾ കഴിഞ്ഞാൽ ദുബായ് എങ്ങനെ ഇരിക്കും. ദേ ഹാവ് ഓൾറെഡി പ്ലാൻഡ് ഇറ്റ് റൈറ്റ് നൗ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് യു എ ദുബായ് റൂളറിനെ വൺ ഓഫ് ദ ബെസ്റ്റ് വിഷണറി ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. അതിന് കാരണം നേരത്തെ ഗൈഡ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭരണാധികാരികളുടെ മികവാണ്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളാണ് ഈ രാജ്യത്തെ നയിച്ചിരുന്നതും ഇന്നും നയിക്കുന്നതും. ഇവിടെയുള്ള ഭരണാധികാരികൾ അടുത്ത 50 വർഷത്തേക്കുള്ള വികസനമാണ് പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. നമ്മളും പ്ലാൻ ചെയ്യാറുണ്ട്. അത് നമ്മുടെ കണ്ണിൽ പൊടിയിടാനാണ്, അല്ലാതെ നടപ്പാക്കാനല്ല. പിന്നെ നമ്മുടെ പ്ലാനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം ആ പദ്ധതിയിൽ നിന്ന് ലഭിക്കാവുന്ന കമ്മീഷൻ അടിച്ചെടുക്കലാണ്, അല്ലാതെ നാട് നന്നാക്കലല്ല. റോഡ്സിലെല്ലാം ചെറിയ ട്രാഫിക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ സ്കൂള് വിടുന്ന സമയമാണ്. നമുക്ക് റോഡിൽ തന്നെ ഒരുപാട് ഈ യെല്ലോ കളർ ബസ്സസ് കാണാം. അതെല്ലാം സ്കൂൾ ബസ്സസ് ആണ്. ഇത് കണ്ടോ, എത്ര വരെ റോഡാണ് ഇതെന്ന്. 20-ലേറെ ലൈനുണ്ട് ഈ റോഡിന്. ഒരു 100 വർഷത്തേക്ക് ഇനി വീതി കൂട്ടേണ്ടി വരില്ല. നമ്മളിപ്പോ
ദേര സൈഡിൽ എത്തിക്കഴിഞ്ഞു. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ പാർക്കിംഗ് കാണുന്നില്ല, ഇതൊരു ഷോപ്പിംഗ് മോളാണ്, ദേര സിറ്റി സെന്റർ. അതെ, ഒട്ടുമിക്ക മെയിൻ സിറ്റീസിലും ഈ സിറ്റി സെന്റേഴ്സ് ഉണ്ട്. അത് ചില ഏരിയയിൽ മിർദിഫ് ആണെങ്കിൽ മിർദിഫ് സിറ്റി സെന്റർ, ഷാർജ ആണെങ്കിൽ ഷാർജ സിറ്റി സെന്റർ. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അമ്പരചുംബികളായ അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ ഉള്ളത്. വെർട്ടിക്കൽ ഡെവലപ്മെന്റ് ആണ് ഇവിടുത്തെ ഡോമിനന്റ് പോളിസി. ഇപ്പോൾ ചൈന കഴിഞ്ഞാൽ പിന്നെ ഇത്തരം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള താമസയിട ഉള്ളത് ദുബായിലാണ്. ബുർജ് ഖലീഫ അതാണ് ഇവിടെയുള്ള ഏറ്റവും ഉയർന്ന കെട്ടിട സമുച്ചയം. 18ാം നൂറ്റാണ്ടിൽ ഈ ദുബായ് സിറ്റി ഒരു മീൻപിടുത്ത ഗ്രാമമായിരുന്നു. 1966 ഇവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നതുവരെ ഒരു പരമ ദരിദ്ര രാജ്യമായിരുന്നു ഇവിടെ. മീൻ പിടിക്കലും ഒട്ടകം വളർത്തലും പിന്നെ ഈന്തപ്പന കൃഷിയുമൊക്കെയായിരുന്നു ഇവിടുത്തുകാരുടെ അന്നത്തെ ഉപജീവന മാർഗം. 20ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഇവിടെ ഒരു സമ്പന്ന രാജ്യമായി മാറി. ഈ ഗൾഫ് മേഖല എല്ലാം തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ദൈറയിലാണ്. ഇത് ദുബായിയുടെ ഓൾഡ് ടൗൺ ആണ്. ഇവിടമായിരുന്നു ഒരു കാലത്ത് ദുബായിയുടെ വാണിജ്യ കേന്ദ്രം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കോടതിയാണ്. ഈ നാട്ടിൽ ക്രിമിനൽ കേസുകൾ കുറവാണ്. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വികാസം പ്രാപിച്ച ശേഷം സിവിൽ കേസുകൾ ധാരാളമായി ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. എമിറേറ്റ് NBD അത് നാഷണൽ ബാങ്ക് ഓഫ് ദുബായിയുടെ കെട്ടിടമാണ്. ആ വലതുവശത്ത് കാണുന്നത് ഇവിടെയുള്ള ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ ആസ്ഥാനമാണ്, ഡയറ ഹെഡ് ഓഫീസ്. എത്തിസലാൽ എന്നാണ് ആ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയുടെ പേര്. ഈ ദുബായിൽ പ്രധാനമായും 2 ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളാണുള്ളത്. അതിലൊന്നാണ് ഈ എത്തിസലാൽ, മറ്റേത് ദോ. നമ്മളിപ്പോൾ ദുബായ് ക്രീക്കിലെത്തി. ആ ഇടതുവശത്ത് കാണുന്നത് ഒരു ബാക്ക് വാട്ടറാണ്, കടൽ കയറിക്കിടക്കുന്ന ഇടം. ഈ ബാക്ക് വാട്ടറിൽ ധാരാളം ക്രൂയിസ് ഷിപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. ചെറുതും വലുതുമായി ധാരാളം വള്ളങ്ങൾ. ഈ ബ്രേക്ക് വാട്ടറിനെ ദുബായ് ക്രീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്രീക്ക് ക്രോസ് ചെയ്താൽ അങ്ങ് മറുവശത്ത് കാണുന്ന പാർ ദുബായിലെത്തും. ദുബായ് ക്രീക്കും പാർ ദുബായുമായിരുന്നു ആദ്യകാലത്തുള്ള ദുബായിലെ 2 പ്രധാനപ്പെട്ട നഗരങ്ങൾ. 20ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം മുതൽ ഈ ദുബായ് ഭരണാധികാരികൾ അവരുടെ ഫോക്കസ് ടൂറിസത്തിലേക്കും ലക്ഷറിയിലേക്കും തിരിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും ലക്ഷറിയസ് ആയ രാജ്യങ്ങളിൽ ഒന്നായി മാറി ഇവിടം. ഇന്ന് ലക്ഷറിയുടെ അവസാന വാക്ക് ദുബായ് ആണ്. ഇവിടമാണ് ദൈറ ഗോൾഡ് സൂക്ക് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെ ധാരാളം സ്വർണ്ണ കടകളുണ്ട്. ധാരാളമല്ല, ഇവിടെ മുഴുവൻ സ്വർണ്ണക്കടകളാണ്. ടൺ കണക്കിന് സ്വർണം സ്റ്റോക്ക് ചെയ്തിട്ടുള്ള കടകളാണ് മിക്കവാറും എല്ലാം. എന്തായാലും സ്വർണം വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതിനാൽ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല.
വലതുവശത്ത് കാണുന്നത് ഒരു മെട്രോ സ്റ്റേഷനാണ്, അൽറസ് മെട്രോ സ്റ്റേഷൻ. ഗോൾഡ് സൂക്കിന് ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണിത്. ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തി. ഞങ്ങളിവിടെ വിട്ട ശേഷം ബസ് മറുകരയിൽ പോയി പാർക്ക് ചെയ്യും. ഈ കരയിൽ നിന്നും മറുകരയിലേക്ക് റോഡുണ്ട്. എങ്കിലും വള്ളത്തിൽ മറുകരയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ കാണുന്ന തരത്തിലുള്ള വള്ളത്തിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അബ്ര റൈഡ് എന്നാണ് ഈ യാത്രയെ ഇവിടെ അറിയപ്പെടുന്നത്. ഈ വള്ളങ്ങളെ അബ്ര എന്നും ഇവിടെ അറിയപ്പെടുന്നു. നട്ടുച്ചയാണ്, നല്ല ചൂടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി തണുപ്പ് കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നല്ലോ നമ്മൾ. അതുകൊണ്ടാവും ഇവിടം കൂടുതലായി ചൂട് അനുഭവപ്പെടുന്നത്. ചെറിയ ഒരു യാത്രയാണ്, എങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ചുറ്റിലും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, കടലിലൂടെ തലങ്ങും വിലങ്ങും ഓടുന്ന അബ്രകൾ. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ മറുകരയിലെത്തും. പല തരത്തിലുള്ള അബ്രകളുണ്ട് ഇവിടെ. അതിൽ ഭക്ഷണം വിളമ്പുന്ന തരത്തിലുള്ള വലിയ അബ്രകളും ഉണ്ട്. സായാഹ്നങ്ങളിൽ ഡിന്നർ അടക്കം ഓഫറുള്ള അബ്ര റൈഡുകളും ഇവിടെയുണ്ട്. ലോകത്തുള്ള മിക്ക സെലിബ്രിറ്റികൾക്കും ഇവിടെ താമസ ഇടമുണ്ട്. ധാരാളം ഇന്ത്യക്കാർക്കും ഇവിടെ താമസ ഇടമുണ്ട്. ഇന്ത്യൻ സിനിമാ ലോകത്തെ മിക്ക താരങ്ങൾക്കും ഇവിടെ വീടുകളുണ്ട്. ലക്ഷറിക്കായി കടൽ നികത്തി ഒരു അത്യാധുനിക നഗരം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ പിന്നെ പോകും. നമ്മളിപ്പോൾ മറുകരയായ പാർദുബായിലെത്തി. ഇവിടെയാണ് നമ്മളുടെ ബസ് വരിക. ബസ് വരാൻ സമയമെടുക്കുമെന്നും അതുകൊണ്ട് ചെറിയ ഷോപ്പിംഗ് നടത്തണമെന്നുള്ളവർക്ക് അതാകാമെന്നും ഗൈഡ് പറയുന്നു. അതിന് പാകത്തിലുള്ള ഷോപ്പുകളാണ് ഈ കാണുന്നത്. സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റാണിത്. വിലക്കുറവിൽ കിട്ടും എന്നാണ് ഗൈഡ് പറയുന്നത്. കണ്ടറിയാം. സ്വീറ്റ്സിന്റെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും ഒരു വമ്പൻ ശേഖരമുണ്ട്.
മിക്കവാറും എല്ലാവരും അവിടുന്ന് സാധനങ്ങൾ വാങ്ങി ഇവിടെ നമ്മുടെ ബസ് കാത്തു നിൽക്കുകയാണ്. കാണുന്നതാണ് പാർക്ക് ദുബായ് പാർക്ക്. യാത്ര തുടരുകയാണ്. തുടർന്നുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ഗുഡ് ബൈ.